എല്ലാവർക്കും നമസ്കാരം. സുദീപ് തോസൻ സംവിധാനം ചെയ്ത ദ കേരള സ്റ്റോറി എന്ന സിനിമയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കഴിഞ്ഞ വർഷങ്ങളിലായി കേരളത്തിൽ നിന്ന് ഏകദേശം 32,000-ലധികം പെൺകുട്ടികൾ പ്രണയചതിയിലൂടെയുള്ള മതം മാറ്റത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമായി സിറിയയിലെയും യമനിലെയും മരുഭൂമികളിൽ എത്തപ്പെടുകയും അനേകർ അവിടെ മരിച്ചു വീഴുകയും ചെയ്ത ഒരു ദുരന്ത കഥയാണ് കേരള സ്റ്റോറി ആഖ്യാനം ചെയ്യുന്നത്. സിനിമയാണ്. തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും ഭാവനയും അവരുടെ സ്വാതന്ത്ര്യവും ചരിത്ര കഥകൾ നോവലുകളും സിനിമയാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടെയും നിശ്ചയമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് സ്പഷ്ടമാണ്. പക്ഷെ പതിവ് പോലെ പ്രണയചതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാർക്കോട്ടിക്കിൻ്റെ അപകടകരമായ വ്യാപനത്തെക്കുറിച്ചും ചതിവിലുള്ള ഉപയോഗത്തെക്കുറിച്ചും പറയുമ്പോൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നവർ, അതാരൊക്കെയോ വേദനിപ്പിക്കുന്നുവെന്ന് മുറവിളി കൂട്ടുന്നവർ പതിവ് പോലെ ഇവിടെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വളരെ ശക്തമായി ഈ സിനിമ തന്നെ കേരള സ്റ്റോറിക്ക് പ്രദർശനാനുമതി നിരോധിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ന്യൂനപക്ഷങ്ങളെ സംശയനിഴലിലാക്കുന്നതാണ്, അത് അവഹേളിക്കുന്നതാണ്, അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ്, സാമുദായിക ധ്രുവീകരണം വരുത്തുന്നതാണ്. അതുകൊണ്ട് പ്രദർശനാനുമതി നിരോധിക്കണമെന്ന ശക്തമായ സ്വരവുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ രാഹുൽ മാക്കൂട്ടവും റിജിൽ മാങ്കുറ്റിയും അടക്കമുള്ളവർ ഇതേ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ദ കേരള സ്റ്റോറി കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തന്നെ തകർക്കുന്നതാണ്, അത് വോട്ടു ബാങ്കിൻ്റെ പ്രീണന രാഷ്ട്രീയം പരിവാർ സംഘടനകൾ പയറ്റുന്നതാണ് എന്നുള്ള ആരോപണവുമായിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ വിരളമായി കേരളത്തിൽ നമ്മൾ പ്രതിപക്ഷ ഭരണപക്ഷ ഐക്യം കാണുന്നത് സാമാജികരുടെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്ന രംഗത്തിലാണെങ്കിൽ അതുപോലുള്ളൊരു ഐക്യം ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കാണും. ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ, ഇടത് പാർട്ടിയുടെ സഹയാത്രികരൊക്കെയും സുദീപ് തോസന്നിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം പരിധി വിട്ടുപോയി, ഇത് കേരളത്തിൻ്റെ മത സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കുന്നതാണ്, ഇത് ന്യൂനപക്ഷങ്ങളോടുള്ള അവഹേളനമാണ് എന്നല്ല ആരോപണങ്ങളുമായിട്ട് ശക്തമായി രംഗത്ത് വരികയും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നല്ലതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏത് വിശ്വാസത്തിൽ മതത്തിൽ ജീവിക്കുന്ന ആൾക്കും അയാളുടെ വിശ്വാസവും മതജീവിതവും ഉയർത്തിപ്പിടിക്കാനും അത് മറ്റാരാലും കുബുദ്ധികളാൽ ആക്ഷേപിക്കപ്പെടാതെയും അവഹേളിക്കപ്പെടാതെയും ശിരസുയർത്തി ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു തരുന്ന ഭരണഘടനയാണുള്ളത്. അതുകൊണ്ട് തന്നെ എവിടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയാലും ന്യൂനപക്ഷങ്ങളെ അവഹേളിക്കുന്ന ചിത്രീകരണങ്ങൾ വന്നാലും അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം. പക്ഷെ സംശയം ഒന്ന് ചോദിച്ചോട്ടെ, ഈ മതവികാരം വ്രണപ്പെടുന്നത് ഏതെങ്കിലും ഒരു മതക്കാർക്ക് മാത്രമാണോ? ഏതെങ്കിലും ഒരു മതത്തെ അതിലെ കാര്യങ്ങളെ ആക്ഷേപിച്ചാൽ മാത്രമേ കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം തകരുകയുള്ളൂ? കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ആയിട്ട് വളരെ പ്രത്യേകമായി 2021 ഈശോ എന്ന് പറയുന്ന സിനിമയിലൂടെ നാദൃശ കേരളത്തിലെ ക്രൈസ്തവരുടെ ഏറ്റവും വിശുദ്ധ നാമമായ യേശുവിൻ്റെ നാമത്തെ ഒരു വാണിജ്യ സിനിമയ്ക്കിട്ട് അതിനെ അത്രമേൽ അവഹേളിച്ചപ്പോൾ ആ സിനിമയുടെ അവസാനം വിശുദ്ധ കുരിശിലേക്ക് തലകീഴായി ഒരാളെ വീഴ്ത്തി കൊല്ലുന്ന രംഗം ചിത്രീകരിച്ച് കുരിശിനെ ആക്ഷേപിച്ചപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ മേലുള്ള അവഹേളനമാണ്, ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നുണ്ട്, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി വിട്ട കളിയാണെന്ന് ഇവിടുത്തെ ക്രൈസ്തവർ പ്രതിഷേധിച്ചപ്പോൾ സമാധാനപരമായി പ്രതിഷേധിച്ച ഞങ്ങളെ അന്ന് ഈ പ്രതിപക്ഷ നേതാവും ഈ ഭരണപാർട്ടിയുടെ നേതാക്കന്മാരും സഖാക്കന്മാരും യൂത്തന്മാരുമെല്ലാം ഉപദേശിച്ചത്, നിങ്ങൾ ക്രിസ്ത്യാനികൾ കലയെ കലയായി കണ്ടുകൂടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് സിനിമയെ സിനിമയായി മനസ്സിലാക്കാത്തത്, സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അയാളുടെ മൗലികാവകാശമാണെന്നാണല്ലോ. എവിടെ പോയി ഇപ്പോൾ ആ ഉപദേശം എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും സഖാക്കന്മാർ സർവകലാശാലകൾ തോറും വരയും കുറിയും എഴുത്തും പഠിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസ വിഷയങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടും വിശുദ്ധ കുരിശിനെ പോലും ആക്ഷേപിച്ചുകൊണ്ട് നടത്തുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ നിങ്ങൾ ഉപദേശിച്ചത് കലയെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്നാണ്. അതെന്താണ് കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ കലയും ആവിഷ്കാര സ്വാതന്ത്ര്യവും അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് പറയാൻ പറ്റാതെ പോയത്? ഏറ്റവും അടുത്ത് കക്കുകളി എന്ന ഒരു പിറപ്പുകേട് നിങ്ങൾ ഈ കേരളത്തിൽ കെട്ടിയാടിയപ്പോൾ ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും മഹാ ഉദാഹരണങ്ങളായിട്ടുള്ള ക്രൈസ്തവ സന്യാസത്തെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് അവഹേളിച്ചപ്പോൾ സന്യാസിനിമാർ സ്ത്രീകളാണെന്നുള്ള അവരുടെ സ്ത്രീത്വത്തിൻ്റെ മാന്യമായി ജീവിക്കാനുള്ള അന്തസ്സിന് നേരെയുള്ള കടന്നാക്രമണങ്ങൾ
അടിവസ്ത്രങ്ങൾ പോലും നാടകവേദികളിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചപ്പോൾ മതവികാരം വ്രണപ്പെടുന്നുണ്ടായില്ലേ? അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൻ്റെ ഒരു പരിധിയും വിട്ടിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവിടെ ഒന്നും കലയെ കലയായി കാണാൻ ഞങ്ങളെ ഉപദേശിച്ചിരുന്ന നിങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞങ്ങളെ ഉപദേശിച്ച നിങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പറയുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്നത് മതവികാരം വ്രണപ്പെടുത്തും. ഈശോ സിനിമയിൽ വ്രണപ്പെടാത്ത എന്ത് മതവികാരമാണ്? കക്കുകളി നാടകത്തിൽ വ്രണപ്പെടാത്ത എന്ത് മതവികാരമാണ് കേരള സ്റ്റോറിയിൽ വ്രണപ്പെട്ടിട്ടുള്ളത്? പ്രതിപക്ഷ നേതാവ് പറയുന്ന ഇത് പച്ചക്കള്ളമാണെന്നാണ്. കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പോലും തീവ്രവാദ ക്യാമ്പുകളിൽ എത്തിയിട്ടില്ലെന്നാണോ ഇദ്ദേഹവും ഈ പുരോഗമനക്കാരും പറഞ്ഞു വരുന്നത്? അങ്ങനെയെങ്കിൽ നിമിഷ ഫാത്തിമയെക്കുറിച്ച്, സോണിയ സെബാസ്റ്റിനെ കുറിച്ച്, ജസ്ന മരിയ ജെയിംസിനെ കുറിച്ച് നിങ്ങൾ ഉത്തരം പറയണം. അവരെവിടെയാണ്? ആരാണ് അവരെ കടത്തിക്കൊണ്ടുപോയത്? നിമിഷ ഫാത്തിമയുടെ അമ്മ വന്ന് മകളെ രക്ഷിക്കണമെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞപ്പോൾ അവൾ എവിടെയാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ആരാണ് അവളെ കടത്തിക്കൊണ്ടുപോയതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആരാണ് ഇവിടെ പച്ചക്കള്ളം പറഞ്ഞ് നാട് നശിപ്പിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലായിടത്തും ഒരുപോലെ ആവണ്ടേ? ഇരട്ട നീതിയുടെ ഈ ഒരു കപടമുഖം ക്രൈസ്തവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെന്നാണോ വിചാരിച്ചു വരുന്നത്? കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നാൽ മുസ്ലിം മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന, അവരുടെ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന ഏത് വിഷയമാണ് ഈ സിനിമയിൽ പ്രതിപക്ഷ നേതാവിനും ഇതിനെതിരെ പ്രതികരിക്കുന്ന ഭരണപാർട്ടിയുടെ പോഷക സംഘടനകളുടെ നേതാക്കന്മാർക്കും പറയാനുള്ളത്? തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, തീവ്രവാദികളെക്കുറിച്ച് പറയുമ്പോൾ, അവരുടെ ഗൂഢതന്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കെന്തിനാണ് വേദനിക്കുന്നത്? നിങ്ങളും അവരും തമ്മിൽ എന്ത് രഹസ്യ ബാന്ധവമാണുള്ളത്? അപ്പോൾ നിങ്ങളുടെ തന്ത്രം ഞങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ്. നേരായി പറയാനുള്ള ആർജവത്വമില്ലായ്മ, ഇരട്ട നീതിയുടെ കപടമുഖം, വോട്ട് ബാങ്കിന്റെ പ്രീണന രാഷ്ട്രീയം ഒക്കെയും ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളിൽ പണം കൊടുത്തും പദവി കൊടുത്തും പ്രലോഭിപ്പിച്ചും മോഹിപ്പിച്ചും നിങ്ങൾ അടിമകളാക്കി വെച്ചിരിക്കുന്നവർ ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ രാഷ്ട്രീയത്തിൻ്റെ ഇരട്ട മുഖങ്ങൾ, കാപട്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഈശോ സിനിമയിലും കക്കുകളി നാടകത്തിലും കലാലയങ്ങൾ തോറും ഞങ്ങളുടെ വിശുദ്ധ വിഷയങ്ങളെ ആക്ഷേപിക്കുന്നിടത്തും ഞങ്ങൾ സമാധാനപരമായി ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗങ്ങൾക്ക് കടിഞ്ഞാണിടണം, ക്രൈസ്തവ മൂല്യങ്ങൾക്കും വിശ്വാസത്തിനും ശിരസുയർത്തിപ്പിടിച്ച് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തണം എന്ന് പറയുമ്പോൾ ഞങ്ങളെ കലയായി കാണാനും സിനിമയെ സിനിമയായി കാണാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അങ്ങനെ തന്നെ അനുവദിച്ചു കൊടുക്കാൻ ഉപദേശിക്കുന്ന നിങ്ങൾ കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ മാത്രം ഈ ഉപദേശങ്ങളൊക്കെ എടുത്ത് മടക്കി പോക്കറ്റിലിട്ടിരിക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇത് ബോധമുള്ള ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ അവകാശങ്ങളും കടമകളും നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന, എങ്ങനെ പ്രതികരിക്കണം, എവിടെ പ്രതികരിക്കണമെന്നറിയാവുന്ന ക്രൈസ്തവരെ ചിന്തിപ്പിക്കുകയും ഉചിതമായ പ്രതികരണങ്ങൾ എടുക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യും തനിനിറം മനസ്സിലാക്കുന്ന, പ്രീരണത്തിൻ്റെ കപട രാഷ്ട്രീയം വ്യക്തമാക്കുന്ന നിങ്ങളുടെ ഇത്തരം പ്രതികരണങ്ങളെന്ന് മാത്രം പറയട്ടെ. എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അന്തസ്സുള്ളതായി പരിരക്ഷിക്കപ്പെടണം. ഇസ്ലാം സമൂഹത്തെയോ ഹൈന്ദവ സമൂഹത്തെയോ അവരുടെ വിശ്വാസ വിഷയങ്ങളെയോ വിശുദ്ധ പുരുഷന്മാരെയോ ആക്ഷേപിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾ ഒരിക്കലും സഹിക്കുന്നതോ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതോ അല്ല. അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസവും വിശുദ്ധ വിഷയങ്ങളും ഞങ്ങളുടെ വിശുദ്ധ പ്രതീകങ്ങളും ഞങ്ങളുടെ മത നേതാക്കന്മാരും മറ്റാരാലും ആക്ഷേപിക്കപ്പെടാതിരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് സത്യം. ക്രൈസ്തവ വിശ്വാസം നിരന്തരം ആക്ഷേപിക്കപ്പെടുമ്പോൾ, ബൈബിൾ പരസ്യമായി കത്തിക്കപ്പെടുമ്പോൾ, പുൽക്കൂടെടുത്ത് പുഴയിലൊഴുക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരക്ഷരം പറയാതിരിക്കുന്ന ആളുകൾ, അങ്ങനെ പ്രതികരിക്കേണ്ട സമയത്ത്, ധാർമ്മിക രോക്ഷം പ്രകടിപ്പിക്കേണ്ട സമയത്ത് നിശബ്ദരായിരിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ അവർ ആ സമയത്ത് വല്ല പഴംപൊരി തിന്നുകൊണ്ടിരിക്കുകയൊക്കെ ആയിരിക്കാം. അത്തരമുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വരുമ്പോൾ ഉടൻ വൻ പ്രതിഷേധവും പ്രതികരണവുമായിട്ട് രംഗത്ത് വരുമ്പോൾ അവരോട് തോന്നുന്നത് ശുദ്ധമായ സഹതാപം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.